നമസ്കാരം. ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കാസർഗോഡ് ചേറ്റുകുണ്ടിൽ വനിതാ മതിലിനിടെയുണ്ടായ സംഘർഷത്തിൽ 200 പേർക്കെതിരെ കേസെടുത്തു. പരിക്കേറ്റ 2 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ജില്ലയിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. മാധ്യമപ്രവർത്തകർക്കെതിരെയുണ്ടായ ആക്രമണത്തിനെതിരെയും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ചേറ്റുകുണ്ടിലുണ്ടായ അക്രമം ചെറുക്കാൻ 5 റൗണ്ട് വെടിയാണ് പോലീസ് ആകാശത്തേക്ക് വെടിവെച്ചത്. വനിതാ മതിലിനിടെ ഒരു വിഭാഗം BJP RSS പ്രവർത്തകർ റോഡ് കയ്യേറി പ്രതിഷേധിക്കുകയായിരുന്നു. മതിൽ തീർക്കാൻ സാധിക്കാതെ വന്നതോടെ സംഘർഷം ഉണ്ടാവുകയും ചെയ്തു. സ്ത്രീകൾ അടക്കമുള്ളവർക്ക് നേരെയാണ് BJP RSS പ്രവർത്തകർ ആക്രമണം അഴിച്ചുവിട്ടത്. സ്ഥലത്ത് പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു. മതിൽ ഉയർത്താതിരിക്കാൻ റോഡിന് ഇരുവശത്തുമുള്ള പുല്ലിന് പ്രവർത്തകർ തീയിടുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട്. കാഞ്ഞങ്ങാടിന് സമീപം ചേറ്റുകുണ്ടിൽ ഒരു വിഭാഗം BJP RSS പ്രവർത്തകർ റോഡ് കയ്യേറി ഉപരോധിച്ചതോടെ 300 മീറ്റർ ഭാഗത്ത് മതിൽ തീർക്കാൻ കഴിഞ്ഞില്ലെന്നാണ് വിവരം. മതിൽ തുടങ്ങുന്നതിന് മുൻപ് തന്നെ BJP RSS പ്രവർത്തകർ സംഘടിച്ചെത്തുകയായിരുന്നു. വനിതാ മതിലിനെത്തിയവർക്കെതിരെ കല്ലെറിയുകയും തുടർന്ന് റോഡ് സൈഡിലുള്ള പുല്ലിന് തീയിടുകയും ചെയ്തു. റെയിൽവേ ലൈനിനോട് ചേർന്നുള്ള ഭാഗത്താണ് തീയിട്ടത്. തുടർന്ന് കനത്ത പുക ഇവിടെ വ്യാപിക്കുകയും വനിതാ മതിലിനെത്തിയവർക്ക് ഇവിടെ നിൽക്കാൻ സാധിക്കാതെ വരികയും ചെയ്തു. പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി തീയണയ്ക്കാനും സംഘർഷം ഒഴിവാക്കാനും ശ്രമിച്ചു. പുക വ്യാപിച്ചതിനെ തുടർന്ന് 1/2 കിലോമീറ്ററോളം ദൂരം വനിതാ മതിൽ തീർക്കാൻ സാധിച്ചില്ല. കനത്ത കല്ലേറ് നടന്നതായും റിപ്പോർട്ടുണ്ട്. വാഹനങ്ങൾ തടയുകയും ചെയ്തിരുന്നു. അയ്യപ്പ ജ്യോതിയിൽ പങ്കെടുക്കാൻ ഈ ഭാഗത്ത് നിന്ന് പോയവർക്ക് നേരെയും കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ ആക്രമണം ഉണ്ടായിരുന്നു. ഇതിനുള്ള പ്രതികാരം എന്നോണമാണ് ഇന്നലെ വനിതാ മതിലിന് നേരെയുണ്ടായ ആക്രമണം എന്നാണ് സൂചന. സംഘർഷം നിയന്ത്രിക്കാൻ പോലീസ് ലാത്തി അടക്കം വീശി. വനിതാ മതിലിന്റെ ഭാഗമായുള്ള കാസർഗോട്ടെ പൊതുസമ്മേളനം വെട്ടിച്ചുരുക്കി മന്ത്രി E. ചന്ദ്രശേഖരൻ അടക്കമുള്ള ഇടതുമുന്നണി നേതാക്കൾ സംഭവസ്ഥലം ഇന്നലെ സന്ദർശിച്ചിരുന്നു.